ആക്കി തന്നു. ബാക്കിയെല്ലാം അല്ലാഹു 2 തന്നു. 2 ചെവി. എന്തിന്? നല്ലോണം കേട്ടോ, ധാരാളം കേട്ടോ, ധാരാളം കേട്ടോ. 2 കൈ, ധാരാളം കൊടുത്തു, ധാരാളം എടുത്തോ, ധാരാളം തൊടുത്തോ. 2 കാല്, ധാരാളം നടന്നു, ധാരാളം ഓടിക്കോ. പക്ഷേ നാവ് 1 തന്നപ്പോ അതിന്റെ അർത്ഥം കുറച്ച് സംസാരിച്ചോ. നന്നും വേണ്ട, ധാരാളം വേണ്ട, അമിതമായിട്ട് നിന്റെ നാവ് അതിന് ഉപയോഗിക്കണ്ട. എല്ലാം കൊണ്ടും അല്ലാഹു 1 തന്നിട്ടുള്ളൂ. ഇരിക്കട്ടെ സഹോദര, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ഭൂമി ലോകത്ത് അല്ലാഹുക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഭവനം അത് അല്ലാഹുവിന്റെ പള്ളിയാണ്. അല്ലാഹുവിന്റെ പള്ളി നന്മകൾ മാത്രം വിളയുന്ന ആ സ്ഥലം, നന്മകൾ മാത്രം വളരുന്ന ആ സ്ഥലം, നല്ലവർ മാത്രം ബന്ധപ്പെടുന്ന സ്ഥലം, നല്ലവർക്ക് മാത്രം പിന്നെ അവസരം വാതിൽ തുറക്കപ്പെടുന്ന സ്ഥലം, നല്ലവരുടെ കണ്ണീറുറ്റുന്ന സ്ഥലം, നല്ലവരിൽ നല്ലവരായ മാലാഖമാർ ഇറങ്ങുന്ന സ്ഥലം, അതാണ് പള്ളി. അതുകൊണ്ടല്ല ഇവിടെ ആള് കാണാൻ. ക്ലബ്ബായി നിങ്ങൾ എത്ര ഉണ്ടാക്കി, ക്യാരം ബോർഡ് എത്ര ഉണ്ടാക്കി, എത്ര കമ്മിറ്റിക്കാരെ ഓഫർ ഉണ്ടാക്കി. പള്ളി ആയതുകൊണ്ട് ആള് കുറഞ്ഞു. എന്തേ? നല്ല ജാകാമ്പോ അങ്ങനെയാ, നല്ല ജാകാമ്പോ അങ്ങനെയാ. എന്നാൽ ആ പള്ളികളില്, അള്ളാവിന്റെ ലോകത്ത് അള്ളാവിന്റേതായിട്ടുള്ള പള്ളികളില് പാറിപ്പറക്കുന്ന പറവകളാണ്, പക്ഷികളാണ്, കിളികളാണ് ഈ മുതഅല്ലിമീങ്ങള്. നമ്മുടെ കണ്ണിലെ കാണുമ്പോ ഒരു വേള വികൃതി പുള്ളന്മാരാകാം, കുരുത്തം കെട്ട കുട്ടികളാകാം, ഉപദ്രവകാരികളായ ജീവികളാകാം. പലരും അങ്ങനെ പറയലുണ്ടല്ലോ. അങ്ങനെ പറയുന്നതിൽ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അവർ മനുഷ്യരാണ്, നമ്മളെ പോലെയുള്ള ശാരീരിക മാനസിക അവസ്ഥയുള്ളവരാണ്. ഞങ്ങളെ പോലെ തന്നെ എല്ലാ നിലക്കുള്ള വികൃതിയും ഒരു വേള കാണിച്ചേക്കാം. ഏതുമാകട്ടെ, പുണ്യം ചെയ്ത മക്കളാണ്, ഭാഗ്യം ചെയ്ത മക്കളാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കാണുന്ന മലായികത്തീങ്ങളാണ് മുതഅല്ലിമീങ്ങൾ. മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾക്ക്, മനുഷ്യന്റെ കണ്ണുകൾക്ക് ഈ ലോകത്തെ കാണാൻ കഴിയുന്ന മലായികത്തീങ്ങളാണ്, അല്ലാഹുവിന്റെ മലായികത്തീങ്ങളാണ് മുതഅല്ലിമീങ്ങള്. ചെറിയോരൊന്നും അല്ല അവര്. അവർക്കൊരു ചായ കൊടുക്കുക എന്നത് ചെറിയ വിഷയമല്ല, അവർക്കൊരു ചോറ് കൊടുക്കുക എന്നത് ചെറിയ കാര്യമല്ല. അവർ ആരാണെന്ന് പഠിച്ചാൽ നീ അവർക്ക് ചായ മാത്രമല്ല, നിന്റെ പൊരന്റെ പട്ട കൊണ്ടുപോയിട്ട് തന്നെ കൊടുക്കോ. ഈമാനുള്ളവരെങ്ങനെയാ? മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ അനുയായികളായ ഹവാരികളെയും കൂട്ടിയിട്ട് ബൈബിളിൽ പറഞ്ഞ 12 അപ്പോസ്തലന്മാർ, വിശുദ്ധ ഖുർആനിൽ ഹവാരികൾ എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള തന്റെ സന്തത സഹചാരികളായ, കൂട്ടുകാരായ, ഇഷ്ടമിത്രങ്ങളായ ആ ശിഷ്യജനങ്ങളെയും കൂട്ടിയിട്ട് ഈസാ നബി അലൈഹിസ്സലാം എന്ന അല്ലാഹുവിന്റെ റൂഹുല്ലാഹ്, അല്ലാഹുവിന്റെ ആ കലിമത്തുല്ലാഹ് ഒരു ഖബർസ്ഥാനിലൂടെ നടന്നു പോകുമ്പോ ഈസാ നബിയും ഹവാരികളാകുന്ന സഹായികളായ ഇഷ്ടജനങ്ങളായ ശിഷ്യന്മാരും അവിടുന്ന് പെട്ടെന്ന് സ്ഥലം വിടുകയാണ്. കാരണം എന്തറിയോ? ഈസാ നബി ആ ജനങ്ങളോട് പറഞ്ഞു, നാട്ടുകാരെ, ബന്ധുജനങ്ങളെ, ഈ ഖബറിലുള്ളവരെ ശിക്ഷിക്കപ്പെടുന്നു. അവരതാ ശിക്ഷിക്കപ്പെടുകയാണ്, പീഡനമർദ്ദനങ്ങൾക്ക് ഇരയാക്കപ്പെടുകയാണ്. പടച്ചറബിന്റെ കഠിനമായ, കഠോരമായ, ഭീകരമായ, ഭീഭത്സമായ ശിക്ഷക്ക് പാത്രീഭൂതരാണ്. അല്ലാഹുവിന്റെ അദാബ് അവരിലേക്ക് ഇറങ്ങുന്നു, അവർ അനുഭവിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഈസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് സ്ഥലം വിട്ടു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഈസാ നബി അതാ അതുവഴി കടന്നു വരികയാണ്.
ആ ഖബർസ്ഥാനിലൂടെ കടന്നു വരികയാണ്. പോയ ആൾക്കാരോടൊപ്പം ഈസാ നബി മടങ്ങി വരുമ്പോ ആ വഴിയിലൂടെ തിരിച്ചു വരുമ്പോ സുബ്ഹാനല്ലാഹ്, ഖബറാളികൾക്ക് ശിക്ഷയില്ല, ഖബറാളികൾക്ക് അദാബില്ല. എല്ലാ ഖബറും അദാബിൽ നിന്ന് മുക്തമാണ്. കസേര എടുത്ത് വെച്ചോളൂ അവിടെ. കസേര ഒറ്റടിക്കന്നെ കൊണ്ടുപോയി വരും. 5-6 ആളെ ഒറ്റടിക്കുന്നു. ആ കിടാക്ക പാഞ്ഞോണ്ട് വരണമെന്നില്ല. അപ്പൊ ഞാൻ തന്നെ ഇരുന്നെങ്കിൽ ഇവിടെ ബോട്ടി കച്ചവടമൊന്നും ഇല്ലേ? അല്ല ഇല്ലേ? അല്ല ചില ജാഗലെല്ലാം ഉണ്ടാകുന്നത്, ചില സ്ഥലമൊക്കെ ഉണ്ടാകും. പുഗ്ഗ എന്താ ബോട്ടിക്ക് അല്ല ബോട്ടിയല്ലേ, ആ ഒരു ടയറിന്റെ പീസ് പോലത്തെ. ആ ഈ കുഞ്ഞുങ്ങളൊക്കെ അതാ നല്ലത്. കാരണം അവർ മറ്റുള്ളവർക്കൊരു ഡിസ്റ്റർബ് ആവണ്ട, കുഞ്ഞുങ്ങളാണല്ലോ. അവർക്ക് ഏതായാലും ഇതിന്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആവശ്യമുള്ളവർക്ക് അവരൊരു ശല്യമാകാൻ പാടില്ല. അത് പൊരന്ന് വരുമ്പോ തന്നെ ബാപ്പമാർ ജില്ലി കൊടുത്തോളണം, ഉമ്മമാർ ജില്ലി കൊടുത്തോളണം. ഞങ്ങൾ വേദന ചെല്ലേണ്ടതല്ല, എല്ലാം ഞങ്ങൾ തന്നെ ചെല്ലണം. ചെല്ലുന്നത് ഞങ്ങൾക്ക് അതിന് സൗകര്യവും ഇല്ല. ഇതെല്ലാം ഉസ്താദ് ചൊല്ലിക്കോളും അല്ലേ? ബേ നോക്കി. ഞാൻ നിർത്തുന്ന സമയമായി. നിങ്ങളെ കസാല വെച്ച് തീരുമ്പോൾ ടൈം ആവും, ഔട്ടാവും. നിങ്ങൾ തുടങ്ങി ഉസ്താദ്. നടക്കല ഒരു ശാന്തത എപ്പോഴും വേണം. ഒരു അച്ചടക്കം. അതാണ് എൻ്റെ ചെയ്യല്. ഒരു അസ്വസ്ഥത ഉണ്ടാകും, അല്ലെങ്കിൽ മനസ്സിന് ഒരു അസ്വസ്ഥത ഉണ്ട്. ആയല്ലേ റെഡി ആയല്ലേ? അൽഹംദുലില്ലാഹ്. നല്ല മജ്‌ലിസ്. നമ്മുടെ സംഘാടകർ നല്ലോണം ത്യാഗം ചെയ്യുന്നു. അല്ലാഹു അവരുടെ ഖിദ്മത്ത് ഖബൂൽ ചെയ്യട്ടെ. എല്ലാ നിലക്കുമുള്ള നേതൃത്വം നൽകുന്ന, എല്ലാ നിലക്കും ഇതിന്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള, ഇതിന്റെ പിന്നണി ആൾക്കാരായി, ഇതിന്റെ സപ്പോർട്ട് ചെയ്യുന്നവരായി, ഇതിന് സഹകരിക്കുന്നവരായി, ഇതിന് വേണ്ടതൊക്കെയും ചെയ്യുന്നവരായി, കൈകോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന നല്ലവരായ നമ്മുടെ നാടിന്റെ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ തന്നെ റിഫായിയ ദഫ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, കുത്തുബിയത്ത് കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ തന്നെ MIF-ന്റെ ഭാരവാഹികൾ, മറ്റു നാട്ടുകാർ, എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ സേവനം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ഇടക്കിടക്ക് എണീച്ചിട്ട് എന്റെ വിഷയം ഒന്ന് മാറ്റാൻ നിൽക്കണ്ട. ഞാൻ ഇതിലെല്ലോ പോകുന്നുണ്ട്. ഒന്നാമത് നമുക്ക് തടിക്ക് ഒരു ആഫിയത്തില്ല, അതാണ്. രണ്ടാമത് ഈ ഇടക്കിടക്കുള്ള എണീക്കലും പോക്കലും കാണുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കും. എന്റെ മേട്ടർ ഏലല്ലോ പോന്നു. ഞാൻ സമയത്തിന്റെ വില പറഞ്ഞിട്ട് വന്ന് പിന്നീട് അങ്ങനെ പോയി അവസാനം പള്ളിക്ക് എത്തി. ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു നളുമൊപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിക്കുന്നുള്ളത്. ഏതായാലും നിങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മുടെ ഇൽമു നാഫിയാക്കട്ടെ. അതിൽ അള്ളാഹു സിയാദത്തും ബർക്കത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോ അള്ളാഹുവിന്റെ മുർസലായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദാബേറ്റുകൊണ്ടിരിക്കുന്ന ഖബറാളികളുടെ ശ്മശാനത്തിൽ നിന്ന് പോയ ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിറ്റേന്നാൾ അതുവഴി മടങ്ങി വന്നപ്പോ, ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആ ഖബർസ്ഥാനിലൂടെ മടങ്ങി വരുമ്പോ മഹാന്മാരായ മുഫസ്സിരീങ്ങളുടെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച ചരിത്രമാണിത്. ഇത് ബാലമംഗളയുടെ കഥയല്ല, ഇത് ഏതോ ധാരാവാഹിയല്ല, ഇതൊരു കാൽപ്പനിക കഥയല്ല, ഇതൊരു ഐതിഹ്യ പുരാണമല്ല, ഇതൊരു സാങ്കല്പിക കഥയല്ല. ഇത് വളരെ കൃത്യമായ ചരിത്രമാണ്. മഹാന്മാർ വളരെയധികം സനദോടുകൂടി റിപ്പോർട്ട് ചെയ്തുള്ള ചരിത്രമാണ്. ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞ ചരിത്രമാണ്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദാബേറ്റുകൊണ്ടിരിക്കുന്ന ജനങ്ങളുള്ള ആ ഖബർസ്ഥാനിലൂടെ പോയ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിറ്റേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അതുവഴി മടങ്ങി വരുമ്പോ ആ ഖബറിലുള്ള ജനങ്ങൾക്ക് ശിക്ഷയില്ല. എല്ലാവരും ശിക്ഷയിൽ നിന്ന് മുക്തരാണ്. അവരുടെ ഖബറിലേക്ക് അല്ലാഹു തആല സ്വർഗ്ഗത്തിന്റെ കവാടം തുറന്നു വെച്ചിരിക്കുന്നു. സ്വർഗ്ഗം ഇന്ന് ഖബറിടം ഇന്ന് സ്വർഗ്ഗത്തിന്റെ പൂങ്കാവനമാണ്. എല്ലാം കൊണ്ടും ഖബറാളികൾ റാഹത്തിലാണ്, നല്ല ഹാപ്പിയിലാണ്. ഇത് കണ്ടപ്പോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തഹയ്യുറായി, ആകെ പരിഭ്രാന്തനായി, അത്ഭുതപ്പെട്ടു പോയി, ആകെ ആശ്ചര്യഭരിതനായി, വല്ലാത്ത ഒരവസ്ഥയിലായി. ദിവസങ്ങൾക്ക് മുമ്പ് കടന്നു പോകുമ്പോ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഖബറാളികൾ ഇന്നതാ ഒരു ശിക്ഷയുമില്ലാതെ സുഖലോക സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പുതിയ മണിയറയിൽ ഉറങ്ങും പോലെ ഈ ജനങ്ങളതാ സുഖസന്തോഷത്തോടെ മണ്ണറയിൽ ഉറങ്ങുന്നു.
ഇതെന്തൊരു മറിമായമാ, ഇതെന്തൊരു അത്ഭുതമാ, ഇതെന്തൊരു ചേഞ്ചാ, ഇതെന്തൊരു മാറ്റമാ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അത്ഭുതത്തോടെ ആ കാര്യം അങ്ങ് ചിന്തിച്ചിരിക്കുമ്പോ മഹാനായ ജിബ്രീൽ അവിടുന്ന് ഇറങ്ങുന്നു. എന്നിട്ട് ഈസാ നബിയോട് പറയുകയാണ്, ഈസാ നബിയേ, മിഞ്ഞാന്ന് പോകുമ്പോ ഉണ്ടായിരുന്ന രംഗമോർത്തിട്ട് അത്ഭുതപ്പെടണ്ട. ആ ജനങ്ങൾ ഏറ്റുകൊണ്ടിരുന്ന ശിക്ഷ, അവർക്കുണ്ടായിരുന്ന കഠിനമായ അദാബ്, അവർക്ക് അല്ലാഹു തആല കൊടുത്തിരുന്ന ഭീകരമായ അദാബ് പടച്ച റബ്ബ് എടുത്തു കളഞ്ഞു. അതിന്റെ കാരണം എന്തറിയോ? ആ ഖബർസ്ഥാനിലൂടെ കേൾക്കണേ ഉമ്മ, പിരിശപ്പെട്ട പെങ്ങള്, നല്ലവരായ നാട്ടുകാര്, ഇത് കേട്ടോ. ഈസാ നബിയോട് ജിബ്രീൽ പറയുകയാണ്, ഈസാ നബിയേ, അദാബേറ്റിരുന്ന ആ ജനങ്ങളുടെ അദാബ്, മർദ്ദനമേറ്റുകൊണ്ടിരുന്ന ആ ഖബറാളികൾക്കുള്ള പീഡനമർദ്ദനങ്ങള്, ആ കഠിനമായ നരകത്തിന്റെ അദാബുകള് എല്ലാം അല്ലാഹു മാറ്റിക്കൊടുത്തിട്ട് അവരെ ഖബർ ലോകം അല്ലാഹു സുഖലോക സ്വർഗത്തിന്റെ സോപാനമാക്കി മാറ്റിയതെന്തറിയോ? ആ ഖബർസ്ഥാനിന്റെ സൈഡിലൂടെ ഒരു വട്ടം മുതഅല്ലിമീങ്ങൾ കടന്നുപോയി. ദീന പഠിക്കുന്ന വിദ്യാർത്ഥികള് കടന്നുപോയി. അവിടെ നിന്നിട്ടില്ല, അവിടെ വെച്ചിട്ട് അവർ സീഹ പറഞ്ഞിട്ടില്ല, ഫാല സർഫാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഉമൂമുഖുസൂസും പറഞ്ഞിട്ട് നതീജ പുറപ്പെടുവിച്ചിട്ടില്ല. അവർ അതുവഴി കടന്നുപോയത് മാത്രമാണ്. ആ ഖബർസ്ഥാനിന്റെ മണ്ണിലൂടെ ഒന്ന് വിട്ടകന്നത് മാത്രമാണ്. മുതഅല്ലിമീങ്ങളെ പാദസ്പർശനം കൊണ്ട് അർശപുളകിതമായ ആ മണ്ണിന്റെ അദാബ് അല്ലാഹു എടുത്തു കളഞ്ഞു. ഖബറാളികളെ അല്ലാഹു സലാമത്താക്കി. മുതഅല്ലിമീങ്ങളെ ബർക്കത്താണ് മഹാനായ ജിബ്രീൽ. ആലോചിച്ചു നോക്കൂ, ആരാ മുതഅല്ലിമീങ്ങള്? ഞങ്ങളെ കണ്ണിൽ കാണുമ്പോ ചിലപ്പോ ഗുരുത്തം കെട്ട മക്കളാകാ, അല്ലെങ്കിലും ഈ 90% മുതഅല്ലിമീങ്ങൾ ഗുരുത്തം കെട്ടവരന്നെ. നിങ്ങല്ല എന്തേ നല്ലോണം ബാപ്പാക്ക് സഹിക്കുന്നില്ല, നാമ്പളാണ് ഉള്ളോ അവിടുത്തെ കൊടുത്തലും കൊട്ടയും ചെരുപ്പോലെ കട്ടിട്ട് വെടിഞ്ഞിട്ടാകുമ്പോ ബാപ്പ കൊണ്ട് ദർശനം കൂട്ടുന്നു. നിങ്ങളെ പറ്റിയല്ല, സാധാരണ അങ്ങനെയാണ്. സാധാരണ ഇപ്പൊ എന്നൊക്കെ ഉപ്പ ദർശനം കൂട്ടിയത് തന്നെ അങ്ങനെ. അല്ലാഹു തആല ഞങ്ങളെ ബാപ്പാക്ക് പുറത്തു കൊടുക്കട്ടെ, അവരുടെ ആഖിറം അല്ലാഹു വെളിച്ചമാക്കട്ടെ, അവരുടെ ഖബർ ലോകം അല്ലാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കട്ടെ. കാട് കയറിയ കുരുത്തക്കേട് കാണുമ്പോഴാണ് അവരൊക്കെയും ഞങ്ങളെ ദർസിലേക്ക് കൂട്ടിയിട്ടെങ്കിലും നേരാക്കാൻ തീരുമാനിച്ചു. ഒന്ന്. രണ്ടാമത് കൊടിയ ദാരിദ്ര്യം. അല്ലാഹു തആല അവർക്ക് പരലോക മോക്ഷം നൽകി അനുഗ്രഹിക്കട്ടെ. മഹാന്മാരുടെ മദതും ബർക്കത്തും അല്ലാഹു അവർക്ക് നൽകുമാരാകട്ടെ. അപ്പൊ മാനുഷികമായിട്ടുള്ള സ്വഭാവങ്ങളും ശീലങ്ങളും പ്രകൃതികളൊക്കെ കാണാം. ചില നാട്ടുകാർക്കൊക്കെ എപ്പോഴും മുതഅല്ലിമീങ്ങളെ, ചില നാട്ടുകാർ ദർസ് ക്യാൻസലാക്കി. എന്റെ സഹിക്കുന്നില്ല ഉസ്താദേ, സഹിക്കുന്നില്ല. എന്ത് കുരുത്തക്കേട്, ഹൗദിലേക്ക് തുള്ളുന്നേ, ഹൗദിലേക്ക് തുള്ളാണ്ടിരിക്കുന്നതിൻ്റെതല്ലേ കേടാ. നീ പാർപ്പൊന്ന് തുള്ളിനി പിന്നെ നിന്റെ കട ഹൗദിലേക്ക് തുള്ളിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നമ്മളെ കിടാത്തുള്ളുന്നല്ല, അവരാ കുരുത്തക്കേട് പറഞ്ഞിട്ട് ആ ചെറുപ്രായത്തിലുള്ള വികൃതികളും ആ കുട്ടിത്തവും പറഞ്ഞിട്ട് അതല്ലെങ്കിൽ കണ്ടിട്ട് അവരെ കാലാകാലം നീ ഇവർക്കാന്ന് കണ്ട, കാലാകാലം അവരോട് വിദ്വേഷം വെക്കണ്ട, അവരോട് നീ ദേഷ്യ സ്വഭാവം കാട്ടണ്ട. കുന്നാലിമൻ ഔ മുതഅല്ലിമാ, നീ അവരെ പോലെ ആകണേ. ശഫീഉനാ നാളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്. അല്ലെങ്കിലും നിങ്ങൾ നോക്കൂ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, അദ്ദുന്യാ മൽഊനൻ വമാ ഫീഹാ, ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ശപിക്കപ്പെട്ടതാണ്, എല്ലാം നാശം പിടിച്ചത്, 5 പൈസന്റെ ഗുണമില്ലാത്തത് ഈ ഭൂമിയും ഈ ഭൂമിയിലുള്ള സകലതോ. എന്നാൽ ഈ ഭൂമിയിലുള്ള അല്ലാഹു പൊരുത്തപ്പെടുന്ന ഒരു കാര്യമേതറിയോ? അത് മുതഅല്ലിമീങ്ങളാണ്.
അവർ ദീനിന്റെ ധ്വജവാഹകരാ നാള്, ദീനിന്റെ കാവലാളുകളാ നാള്, ദീനിന്റെ പെണ്ണളുപാ നാള്. ഈ സമുദായത്തിനെ നേരിന്റെ ദിശയിൽ നയിക്കുന്ന നേതൃത്വത്തിലേക്ക് വരുന്നവരാ നാള്. ഇന്നത്തെ കഥ നീ നോക്കണ്ട. മാത്രമല്ല, ഒരു വിളി കേട്ടാൽ, ചോറ് തന്ന വീട്ടുകാരൻ മരിച്ചു എന്ന് കേട്ടാൽ, അതല്ലെങ്കിൽ ആ വീട്ടുകാർ രോഗിയാണ് എന്ന് പറയപ്പെട്ടാൽ, എവിടെയായാലും ഏത് മുക്കിലായാലും മൂലയിലായാലും ഒന്നല്ലാഹുവിനോട് ദുആരക്കുന്നത് ഈ മുത്തഅല്ലിമീങ്ങളെ മാത്രമാണ്. അല്ലാത്തവർ ഇല്ല എന്ന് ഞാൻ പറയണില്ല. മിക്കതും അവർക്ക് ഓർമ്മയുണ്ടാവാറില്ല. ഓർത്തിട്ട് ആ കാര്യം നിർവഹിക്കുന്നത്, സദാസമയവും അല്ലാഹുവിനോട് ആ കാര്യം പറഞ്ഞു ദുആരക്കുന്നത്. നിങ്ങൾ ചായ കൊടുത്ത, നിങ്ങൾ വിരിപ്പ് കൊടുത്ത, നിങ്ങൾ ഭക്ഷണം കൊടുത്ത, നിങ്ങളെ മോനെ പോലെയാണെന്ന് ചിന്തിച്ച് സ്നേഹം കൊടുത്തിട്ട് നിങ്ങൾ പഠിപ്പിച്ച ഈ മുത്തഅല്ലിമീങ്ങളില്ലേ, അവർ മാത്രമാണ് ഹബീബായ നബി തങ്ങളെ ഇഷ്ടപ്പെട്ട കൂട്ടര്, ലോകത്തിന്റെ ദിശ മാറ്റി എഴുതുന്ന കൂട്ടര്. ഇന്ന് നോക്കൂ, ലോകത്ത് എത്ര കോളേജുകളാ, എത്ര ദഅവാ കോളേജുകള്, എത്ര അറബി കോളേജുകള്, എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നവര്. ഒരു കാലത്ത് മുത്തഅല്ലിമായി നമ്മൾ ഈ കിടാക്കളെ പോലെ പാഞ്ഞു നടന്നിരുന്ന, പിന്നീട് വലിയവരായ ആലിമീങ്ങളായി വന്ന ഈ പണ്ഡിതന്മാരാണ്. അവരെ മറക്കല്ലേ, അവരെ വെറുക്കല്ലേ. പൊന്നുമ്മ, അവർക്കൊരു ചായന്റെ പൈസ കൊടുക്കാൻ കഴിയുമെങ്കിൽ അതിൽ നീ പിശുക്ക് തരം കാട്ടണ്ട, ബഖീൽ തരം കാട്ടണ്ട. അതിന്റെ ഫലം നാളെ നീ അനുഭവിക്കുന്നത് പറയുന്നതിനേക്കാളും അപ്പുറമാണ്. അതിന്റെ കൂലി നിനക്ക് നൽകുന്നത് അത് പറയുന്നതിനേക്കാളും അപ്പുറമാ. എത്രയാണെന്ന് പറയാൻ കഴിയില്ല. നാളെ പരലോകത്ത് പോലും പരാവാരം പോലെ പരന്നു കിടക്കുന്ന പരസഹായമില്ലാത്ത പരകോടി ജനങ്ങളെ യാത്രയാക്കപ്പെടുന്ന ആ പരലോകത്ത് പോലും നിന്റെ കൈ പിടിച്ചിട്ട് സുഖലോക സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകാൻ അല്ലാഹു അധികാരം കൊടുക്കുന്ന വിഭാഗമാണ് പിന്നീട് ആലിമായി വരുന്ന ഈ മുത്തഅല്ലിമീങ്ങള്. മറക്കല്ല വാപ്പാ, മറക്കണ്ട ഉമ്മ. അവർക്കുള്ള ക്യാൻറ്റീനിലുള്ള ഭക്ഷണത്തിന് എത്ര പേരാ അരി കൊടുക്കണത്? 1000 ചാക്ക്, 100 ചാക്ക്, 20 കിണ്ടല്, 10 കിണ്ടല്. ഭാഗ്യം ചെയ്തവരാണ്. പടച്ച റബ്ബ് അർഹമായ പ്രതിഫലം നൽകട്ടെ. എൻ ഉമ്മമാരോട് പറയട്ടെ, പിരിശപ്പെട്ട പെങ്ങളെ പറയട്ടെ, ഞങ്ങളെ മുത്തഅല്ലിമ കിടാവ് നിങ്ങളടുക്കലേക്ക് ഒരു ബുക്കും പെന്നും പിടിച്ചിട്ട് വരികയാണ്. ആ കിടാവിന്റെ മുഖം നോക്കിയിട്ട് നിങ്ങൾ പറയണോ, പൊന്നുമക്കളെ, നിങ്ങൾക്ക് സുബഹിക്ക് കിതാബ് തുടങ്ങുന്നതിന് മുന്നേ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് 10 മിനിറ്റ് ഖുർആൻ ഓതിയിട്ട് നിങ്ങൾ കിതാബ് ഓതാൻ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്ലാസ് ചായ തരുമല്ലോ മക്കള്. ആ ചായക്കുള്ള പഞ്ചസാരക്ക്, ചായ പൊടിക്ക്, ചായക്കുള്ള ലഘുവായ ഒരു കടിക്ക് എന്റെ വകയിൽ ഇതാ 500 റുപ്പിക എന്ന് നിങ്ങൾ എഴുതണേ ഉമ്മ. അത് കൊടുക്കാൻ പറ്റാത്തവർ, സാധിക്കാത്തവർ, കഴിവില്ലാത്തവർ നമ്മുടെ ഇടയിലുണ്ടോ? ചെറിയ ഒരു 2 മുത്തഅല്ലിമീങ്ങ ഒരു ബുക്കും പെന്നും പിടിച്ചിട്ട് പോയിനെങ്കിൽ എല്ലാരും തരല്ല, തരണമെങ്കിലും വേണ്ട ഒരു ഭാഗ്യം. കീശല് കാശുണ്ട്, ചിലട്ട് ആരും പിസ്കല. അങ്ങനെ എത്ര ആൾക്ക് കാശുണ്ട് ഇവിടെ? തരണമെങ്കിലും വേണൊരു ഭാഗ്യം. എന്തായി വേണ്ടേ? ചായ വേണ്ടേ? പിന്നെ അൽഹംദുലില്ലാ, അങ്ങനെ 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 അങ്ങനെ. അവിടെ പെൺകുട്ടികള് വോളണ്ടിയർമാരായിട്ടുണ്ട്, നമ്മുടെ മദ്രസയിലെ സീനിയർ വിദ്യാർത്ഥിനികൾ. അല്ലാഹു തആല അവരുടെ ആ സേവനം കബൂൽ ചെയ്യട്ടെ. ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളെ മക്കൾ തന്നെയാണവർ, നിങ്ങളെ അനുജത്തിമാരാണവർ, നിങ്ങളെ പെങ്ങളെ കുഞ്ഞ, നിങ്ങളെ ജ്യേഷ്ഠത്തിയുടെ മക്കളാണവർ. അവർ ബുക്കും പെന്നും പിടിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ ഒന്നും കൊടുക്കണ്ട,
ഫുള്ള് കൊടുക്കണ്ട, എല്ലാം ഒരാൾ തന്നെ ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ പറയണില്ല. ഒരു 500 ചെല്ലെങ്കിൽ 1 കിലോ മത്തിക്ക് 260, ഇന്ന് 240. ഉസ്താൻ അങ്ങനെ അറിഞ്ഞേ? എന്റെ ഒത്തക്ക് മത്തി കൊണ്ടോട്ടെ, ഞാൻ മനുഷ്യനല്ലേ? എന്റെ കിടക്കൊക്കെ ഞാൻ എന്റെ പാപ്പോ, വേറെ ആളില്ല. അല്ല ഉസ്താദ്, നിങ്ങൾ ഉസ്താദല്ലേ? നല്ല കഥ. നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ഉസ്താദ് അങ്ങ് ചോറ് കൊടുക്കണ്ടേ മക്കൾക്ക്? ഇപ്പൊ എനിക്ക് ബലമായ സംശയമുണ്ട്. ഞാൻ പോകുമ്പോ പയ്യ എന്തു തരല്ലേ, ഇയാൾ ഉസ്താദ് എന്തു തരാണ്ട് അങ്ങനെ നടത്തിറോ? അല്ല ബർക്കത്തിനെങ്കിലും ഒന്നും വേണ്ട. അല്ല ഞാൻ പറഞ്ഞു 500 രൂപ നടത്തിനപ്പോ വലിയ ആനക്കൊമ്പാക്കണ്ടാന്ന്. എന്താ 500? അംബാനിയുടെ MP ഒന്ന് റീചാർജ് ചെയ്യണമെങ്കിൽ മിനിമം ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് തന്നെ 240 ജില്ലാനം. എല്ലാ സിമ്മും അങ്ങനെയാ അല്ല. അതിന് ഞങ്ങൾക്ക് ചെലവിടാൻ ഒരു മടിയില്ല. ഒരു വേള ഡാറ്റ എക്സ്പയർ ആയി കഴിഞ്ഞാൽ പിന്നെ MP വെച്ചിട്ട് പിന്നെയും റീചാർജ് ചെയ്യാൻ നമുക്ക് മടിയില്ല. അനാവശ്യങ്ങൾക്ക് എമ്പാടും ഞങ്ങൾ കൊടുക്കുന്നവരാണ്. പൊന്നോപങ്ങള് ചുണ്ടത്ത് പുരട്ടിയ ലിപ്റ്റിക്കിന് കൊടുത്ത പൈസ എത്രയാ? കയ്യിലേക്ക് തേച്ച ഉഗ്രന്റെ സൈഡിൽ പുരട്ടിയ കളറില്ല. ഒന്നും സഹിയാകാൻ പറ്റാത്ത നിലക്ക് നീ തേച്ചു കൊടുത്തിട്ടുള്ള കളറ്, നിന്റെ കുളി സഹിയാകാത്ത നിലക്ക് നീ പുരട്ടിയ കളറ്. ശ്രദ്ധിക്കണേ പെങ്ങളെ, പിരിശമുള്ളത് കൊണ്ടാ പറയുന്നത്. നിന്നോട് ദേഷ്യമില്ല, നിന്നോട് ഞങ്ങൾക്ക് കോപമില്ല. നീ അള്ളാന്റെ കോപമേൽക്കുന്ന പെണ്ണാകരുത്. ആ ഒരു പിരിശപ്പാടുള്ളത് കൊണ്ടാ പറയണത്. ആ തേച്ച കളറിന് കൊടുത്ത പൈസ എത്രയാ? എത്ര? ഞങ്ങളെ പൊന്നു ചക്കം കണ്ട അതാ ഓന് ചന്ത മതിയാന്നില്ല. ഞാൻ പോയിട്ട് 3 കുപ്പി ഫായിസ കൊണ്ടു. ഫായിസ എന്തുണ്ടോ ഇത്? തേച്ചിട്ട് വെളുത്തിട്ട് മുട്ട പോലാണോ? തേച്ചിട്ട് 1 കുപ്പി തീർന്നിട്ട് 4 ദിവസം കഴിയുമ്പോ കറുത്തിട്ട് കരിക്കട്ട പോലെ. കാരണം അല്ല തന്ന അതിനെ ഗ്യാരണ്ടി ഉള്ള, ബാക്കിയൊന്നും ഗ്യാരണ്ടി ഇല്ല. ആ ചന്തത്തിന് ആഫിയത്തോടെയുള്ള നിലനിൽപ്പ് നീ തേട്. ആ ഒരു മനസ്സുണ്ടാകട്ടെ, ആ ഒരു ചിന്തയുണ്ടാകട്ടെ. എല്ലാം ഒരുതരം മേക്കപ്പ്, എല്ലാം ഒരുതരം ഒരു മേളങ്കി, അത് ശരിയല്ല. എവിടെയാണോ ഒറിജിനാലിറ്റി അവിടെ നിൽക്ക്, എവിടെയാണോ ശരിയായിട്ടുള്ളത് അവിടെ നിൽക്ക്. എന്നിട്ട് അതിനു വേണ്ടിയിട്ട് തന്നെ പണിയെടുത്തോ, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചോ, അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചോ, അതിനു വേണ്ടിയിട്ട് സന്തോഷിച്ചോ. അതിലെന്നെ നിന്നോ. വറല്ലബിമാ ഖസമല്ലാഹു ലക തകുൻ അനന്നാസ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വറല്ലബിമാ ഖസമല്ലാഹു ലക, നിനക്കല്ല തന്നത് എന്താണ്? നിനക്കല്ല തന്നത് എത്രയാണ്? നിനക്കല്ല തന്നത് എന്താണ്? അവിടെ നിന്നോ, അവിടെ സമാധാനിച്ചോ, അവിടെ സന്തോഷിച്ചോ, അതിൽ നീ തൃപ്തിയടഞ്ഞോ. എന്നാൽ തകുന്നനാസ്, ഈ ഭൂമി ലോകത്ത് ഏറ്റവും വലിയ സമ്പന്നൻ പണക്കാരൻ നീയാണ്. അല്ല തന്നതിൽ സംതൃപ്തി അടഞ്ഞ് നീ ജീവിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, നീ തന്നതല്ലേ ഇത്ര. അൽഹംദുലില്ലാഹ്, ചെറിയതായാലും വലുതായാലും, സിംഗിൾ നമ്പർ ആയാലും, പിന്നെ 2 അക്കമുള്ളതായാലും, 1 നില വീടായാലും 2 നില വീടായാലും, ഏത് തന്നെ ആയാലും റബ്ബേ നീ തന്നതാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് നീ സന്തോഷിക്കുകയാണെങ്കിൽ തകുന്ന അബദന്നാസ്, ഈ ലോകത്ത് തകുന്നനാസ്, ഈ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സമ്പന്നൻ അംബാനിയല്ല, വിജയമള്ളിയല്ല, അറ്റ്ലസ് രാമചന്ദ്രനല്ല. നീയാണ് മുന്നേ പൊന്നെ, നീയാണ് മുത്ത്. ആരറിയുമോ? നിന്റെ മനസ്സിലെപ്പോഴും ആ നല്ലൊരു സന്തോഷമുണ്ടാകണം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എങ്ങനെ റാത്തല്ലേ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നമുക്ക് തീരെ ചെല്ലാൻ കിട്ടാത്ത ഒന്നാണ് അല്ലേ? തീരെ എന്ത് കേട്ടെങ്കിലും എങ്ങനെ എങ്ങനെ പോന്നു, ഇങ്ങനെ പോന്നു. അല്ലെ ഞമ്മ മാത്രം ഈ ആ ഒരു വാക്ക് പറയുന്നത് ഞമ്മ മാത്രം.
ബാക്കി ആരോടും നിങ്ങൾ കേട്ടോക്കിയല്ല, എല്ലാവരും നല്ല റാഹത്തിന്റെ മറുപടി. നിങ്ങൾ ഇംഗ്ലീഷുകാരോട് കേട്ടോക്കോ, ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, ജപ്പാൻ, ഓസ്ട്രേലിയ, യുഗോസ്ലാവിയ, എടയാട്ടെ നീ അവിടെ പോയിട്ടൊന്ന് ചോദിച്ചോക്ക, ഹൗ ആർ യു, അയാളെന്താ പറയാ, വെരി ഫൈൻ. അതിന്റെ അർത്ഥം അൽഹംദുലില്ലാ റാഹത്ത് തന്നെ. അതിന്റെ അർത്ഥം അതാണ്. അയാൾ പറഞ്ഞില്ലെങ്കിലും അതിന്റെ അർത്ഥം അതാണ്. ഇനി നിങ്ങൾ പോയിട്ട് പിന്നെ ഏതെങ്കിലും ഇന്ത്യക്കാരോട് കേട്ടോക്കെ, നമ്മളെ ഈ ബുദ്ധിവന്തര നാടുണ്ടല്ലേ, ഈടല്ല, ഈടിന്റെ അപ്പുറം ഒന്ന് പോകും, ഇതിന്റെ നേരം അപ്പുറം പോകും. എന്നിട്ട് ആടെ പോയിട്ട് ചോദിച്ചു നോക്കിയേ, എങ്ങനെയുണ്ട് ഏകിದ್ದೀರಿ ആ ചെന്നാക്കി അല്ലേ, അവർ പറയാതാണ്. അവരെങ്ങനെ പറയൂ? ഇന്ത്യക്കാരോട് കേട്ടോക്കെ അൽഹംദുലില്ലാ. ഇനി നീ അറബികളോട് കേട്ടോക്ക്, അറബികളോട് കൈഫല്ലാൽ അൽഹംദുലില്ലാ സൈൻ. നേരെ വന്നിട്ട് ഈടെ മറ്റേ കേട്ടോക്കാല, എങ്ങനെയുണ്ട് ഞമ്മ മാത്രം ആ ബോട്ടി ജാറിയിട്ട് ഉത്തരം കൊടുത്ത ഞമ്മ മാത്രം. എന്തത് അങ്ങനെ? ആരോഗ്യമാകട്ടെ അനാരോഗ്യമാകട്ടെ, സന്തോഷമാകട്ടെ സന്താപമാകട്ടെ, സമ്പന്നതയാകട്ടെ ദാരിദ്ര്യമാകട്ടെ, അല്ല എങ്ങനെയാണോ വെച്ചത് തന്നത് അവിടെ നിന്നോ സന്തോഷിച്ചോ, തവക്കുലായിക്കോ. ഫൈദാ സംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ല തന്നവിടെ നിന്നോ, അല്ല വിധിച്ചവിടെ നിന്നോ. എന്തുമില്ല എന്റെ കയ്യിൽ എന്തുമില്ല, അല്ല ഒരു ചായന്റെ ഒരു 500 മുത്താലിമീങ്ങൾക്ക് എന്റെ എന്തുമില്ല ഉസ്താദ്, എന്റെ എന്തുമില്ല ഒക്കെ എന്തില്ല സാർ, കടായിട്ട് നാറി എന്തില്ല സാർ, എന്തു സാർ കേട്ടോണ്ടേയിരിക്കുന്നത്, എന്തില്ല സാറേ. അപ്പൊ ഒരു കാര്യം ചെയ്യും, കിഡ്നി 2 ഉണ്ട് നിനക്ക്, എല്ലാവർക്കും കൊണ്ട് 2. ശരിക്ക് യൂരിൻ നടക്കാൻ, മൂത്രശങ്ക നടക്കാൻ, നമ്മളെ ബോഡി ബ്ലഡ് സർക്കുലേഷൻ നടക്കാൻ എല്ലാം ഒരു കിഡ്നി മതി. അത് ശരിക്കും ആരോഗ്യമുള്ളതാണെങ്കിൽ ഒരു കിഡ്നി അല്ല, കിഡ്നി ഒരു കിഡ്നി മതി. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു സപ്പോർട്ടായിട്ട് ഒരു സ്റ്റെപ്പിനി ആയിട്ടാണല്ലോ പിന്നെ അത് വെച്ചിനെ. ആ പടച്ചറപ്പിന്റെ ഒരു കാരുണ്യം കണ്ടു. നീ ഇടയ്ക്ക് കാറ്റ് പോയി പോണ്ട, പഞ്ചറടിച്ചെങ്കിൽ പഞ്ചറായി പോണ്ട, അപ്പനെ വെച്ചോ അതിന്റെ ഇടയ്ക്ക് എന്നാലോചിച്ചോക്കെ. എന്നാ മോനോട് എന്തുമില്ല എന്റെ 3 മുക്കാലിയില്ല, ഞാൻ നറുക്കുനുമില്ല കുറിക്കുമില്ല, കിടാന്റെ ചായക്ക് 500 ഇല്ല, എന്റെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇല്ലല്ല പാട്ട് പാടുന്ന ഇവനോട് ഒരു കിഡ്നി ചോദിച്ചോക്ക്, അപ്പം പറയോ കിഡ്നി അങ്ങനെ തരാൻ പറ്റല. പിന്നെന്താക്കണോ, അത് ഒന്നാമത് മണിപ്പാൾ ആസ്പത്രിക്ക് വരണോ, പിന്നെ 25 ലക്ഷം തരണം, 25 ലക്ഷം തരണം. പിന്നെ ഇങ്ങനെ നായനെ കൊണ്ട് ഒരു 22 ലക്ഷം മതി. എന്തും ഇല്ലാൻ ചെല്ലുവാനാണ് ഈ 22 ലക്ഷം ചോദിച്ചത്, ഒരു കിഡ്നിന്റെ വില. അപ്പൊ ലക്ഷാധിപതിയാണ്. അല്ല 2 കണ്ണുണ്ട്, എനിക്ക് കിഡ്നി വേണ്ട, 2 കണ്ണുണ്ടല്ലോ നിനക്ക്, കാണാനും നോക്കാനും എല്ലാം ഒരു കണ്ണും പോരെ, ഒരു കണ്ണും മതിയല്ലോ, അത്യാവശ്യം കാണാലോ, അത്യാവശ്യമല്ല ശരിക്കും കാണാ എന്ന ഒരു കണ്ണ് തന്നേരെ എന്ന് ചോദിച്ചാ എന്താ പറയാ, കണ്ണ് അങ്ങനെ തരാൻ പറ്റല, തരാ 2 ലക്ഷം തരേണ്ടി വരും. നല്ലൊരു ആശുപത്രിക്ക് പോയിട്ട് വേണ്ട പോലെ അതിന്റെ ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ തരാം, 2 ലക്ഷം തരണം. ആര് പറഞ്ഞ എന്തുമില്ല എന്റെ എന്തുമില്ല എന്ന് പറഞ്ഞിട്ട് നാടുകൾക്ക് 40 വട്ടം ഇല്ലല്ല പാട്ട് പാടിയ ഈ കുരുകുരുത്തം കെട്ടുവാനെ ഈ ലക്ഷത്തിന്റെ എണ്ണം പറഞ്ഞു. അപ്പൊ നീ ആലോചിച്ചപ്പോ നീ ഒന്നും ഇല്ലാത്തവനല്ല. പിന്നെ ഈ പൈസനെ മാത്രം കണ്ടിട്ട് നീ ഇല്ലല്ല പാട്ട് പാടേണ്ട, പൈസ ഉള്ളോന്റെ അവസ്ഥ കണ്ട. ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് ചായ കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഈ നോട്ട് കണ്ടിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ ഈ ചോപ്പ് നോട്ട് കണ്ടിട്ട് വലിയ സന്തോഷിക്കൊന്നും വേണ്ട. ആ മുന്നേ കുറച്ചും വർഗത്തുണ്ടായി, ഓൻ വന്നിട്ട് പുള്ളനെ എല്ലാം ഹലാക്കാക്കിട്ടുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, മാത്രമല്ല അത് മുന്നെ ഓർണിംഗ് കണ്ട, ഒന്നും ചെല്ലേ വേണ്ട, ചെല്ലും ഒരു ചുക്കും ആവാൻ പോകുന്നില്ലേടാ. പക്ഷെ അതന്നല്ലേ ഇപ്പൊ പറയേണ്ടത്. നമുക്കിടെ വേറെ മാറ്റമുണ്ട്, പക്ഷെ പേടിച്ചിട്ടല്ല. ആരെ പേടിക്കാൻ? അള്ളാന്റെ ലോകത്ത് അള്ളാനല്ലാണ്ട് പേടിക്കാനില്ല. അള്ളാനെ പേടിക്കുന്നവർക്ക് മറ്റൊരാളെ പേടിക്കേണ്ടതുമില്ല. അള്ളാനെ നീ പേടിക്കുന്നുവെങ്കിൽ
നിന്നെ ലോകം പേടിക്കോ, നിന്നെ ജനങ്ങൾ പേടിക്കോ, നിന്നെ ഭരണകൂടം പേടിക്കോ, നിന്നെ ജുഡീഷ്യറി പേടിക്കോ, എല്ലാം പേടിക്കോ. എപ്പോ നീ അല്ലാഹുവിന്റെ ആളാകണോ, നീ അല്ലാഹുക്ക് വഴിപ്പെടുന്നവനാകണോ, അല്ലാഹുക്ക് അനുസരണയുള്ളവനാകണോ. പച്ചക്ക് പറഞ്ഞാ നീ ശരിക്കും ഒരു ഒന്നൊന്നര മുസ്ലിമാണോ? ഇനി ഒരു മുസ്ലിം അല്ല, കേവലം ഒരു നാമധാരിയാണെങ്കിൽ കർമ്മങ്ങളില്ല, ആചാരങ്ങളില്ല, നയനിലപാടുകളില്ല, ബന്ധങ്ങളില്ല, ബാധ്യതകളില്ല എന്നാണെങ്കിൽ നിനക്ക് ലോകത്തൊരു വിലയില്ല, നിന്റെ ജീവിതത്തിൽ ബർക്കത്തില്ല. അല്ലാഹുവിന്റെ പേടിയില്ലാത്ത ജനങ്ങള്, അല്ലാഹുവിന്റെ ഓർമ്മയില്ലാതെ കഴിയുന്ന ജനങ്ങള്, അല്ലാഹുവിന്റെ ദീനുമായിട്ട് അകലം പാലിച്ച ജനങ്ങള്, പള്ളിയുമായി പുലബന്ധം പോലും ഇല്ലാത്ത ജനങ്ങള്, സുബ്ഹാനല്ലാഹ് ഫഇന്ന ലഹു